പ്രൈസ് ദി ലോർഡ്. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിലൂടെ ഇന്ന് തന്നെ രാത്രി ഇതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നാളെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇത് ആളുകൾക്ക് കേൾക്കാം. അങ്ങനെ യൂട്യൂബിൽ ഈ ധ്യാനങ്ങളെല്ലാം ഉണ്ട്. അതാണ് തുടർന്ന് നിങ്ങൾക്ക് മറ്റുള്ള ധ്യാനങ്ങളെല്ലാം കേൾക്കാനുള്ള ഒരു സംവിധാനം. അത് പിന്നീട് ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ അല്പം ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് നിങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കുക. ഞാൻ തന്നെയാണ് ലൈറ്റ് ബോയും ക്യാമറമാനും എല്ലാം, മനസ്സിലായില്ല. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയായിട്ട് ഞാൻ സ്വീകരിച്ച് അതൊക്കെ എന്നെ പഠിപ്പിച്ചേക്കണോണ്ടാണ്. ഇതൊക്കെ ഞാൻ പോണോടത്തെല്ലാം കൊണ്ട് നടക്കുകയാണ്. ഞാൻ എൻ്റെ കൂടെ എല്ലാ സാധനങ്ങളും, ക്യാമറയും ലൈറ്റും ഇതൊക്കെ ഞാൻ തന്നെ തോളിലേറ്റി കൊണ്ടുപോകലാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഈ ലൈറ്റ് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. കണ്ടോ, അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ലൈറ്റ്? അത് ജർമ്മൻ ലൈറ്റാണ്. എന്നാലും നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിൽ അതടിക്ക് പോകും. മനുഷ്യൻ തന്നെ പോകണം നിന്ന നിലയിൽ, ഇല്ലേ ഡോക്ടറെ? അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട. അതിനുവേണ്ടി സ്പെയർ ബൾബ് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്, എപ്പോഴും പോക്കറ്റിലുണ്ട്, നേരത്തെ കൊണ്ടുവന്നില്ലെന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ജോയാണ്. ഇതൊരു ഭയങ്കര സന്തോഷമാണ്. ഇനി എന്തുണ്ടാവണേ? ഇപ്പം ഞാൻ മരിച്ചാലും വീഡിയോ മരിക്കുന്നില്ല. ഇത് പറഞ്ഞു ഷിമ്മി, ഇദ്ദേഹം വലിയ ഒരു വെബ് ഡിസൈനറാണ്. ഇദ്ദേഹം നമ്മളുടെ ഒരു വെബ് ഡിസൈനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇവരെല്ലാം. അപ്പോൾ ഈ ടെക്നോളജി എല്ലാം നമ്മൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതും ജ്ഞാനത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് വലിയൊരു സബ്ജക്റ്റാണ്. നമ്മൾ വാസ്തവത്തിൽ 9 ദിവസത്തെ ധ്യാനത്തിൽ ആദ്യത്തെ 2 ദിവസം മുഴുവനും ജ്ഞാനത്തെക്കുറിച്ചാണ്. പക്ഷെ ഇവിടെ എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം. അതുകൊണ്ട് കൂടുതൽ എളുപ്പം ഇത് മനസ്സിലാകണം, അല്ലെങ്കിൽ എളുപ്പം ഇത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വരെ ഇത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ നമുക്കിപ്പോൾ ആവശ്യമുള്ളൊരു ഘടകം, ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഈ ബൈബിള് തന്നെ മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവിക ജ്ഞാനം വേണം. അല്ലെങ്കിൽ നമ്മൾ ഈ ബൈബിളിലെ വാക്കുകളെ നമ്മളുടെ മാനുഷികമായ ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കും. അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു വചനം ഇപ്പോൾ പറയാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് മനസ്സിലാവില്ല എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാകാത്തതെന്ന് ഞാനതിന് ഉത്തരം ഇപ്പോൾ പറയില്ല. ഉത്തരം വേണമെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതുവരേക്കും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതൊരു ഉദാഹരണമാണ്. ദൈവിക ജ്ഞാനം എത്രത്തോളം നമുക്ക് ആവശ്യമാണെന്നും, ബൈബിൾ എല്ലാവരുടെ കയ്യിലുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. പലരും അതിനെ വളരെ 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 താഴ്ന്ന രീതിയിലും മാനുഷികമായ ഭൗതികമായ ചില ബോധ്യത്തിലും മാത്രമാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ആ തലത്തിൽ നിന്ന് നമ്മൾ ഉയരണം. അത് പറയുമ്പോഴാണ് അതും ഫരിസേയരുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഈശോ ആദ്യം ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ. ഈശോ മത്തായി 21-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. മത്തായി 25:5 പറയുന്നത് ഇതാണ്: അവർ അവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടിയും അവരുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടിയും പൊതുസ്ഥലങ്ങളിൽ നിന്നു. മത്തായി 23:5 കിട്ടോ ഇല്ലേ? 23-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം. അത് ഇച്ചിരി 5-6 മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾ കേട്ടോ ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞ്, അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രങ്ങളുടെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. എന്തതിൻ്റെ അർത്ഥം? ഒരു മലയാളിയെ സംബന്ധിച്ച് നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നേ അറിയുള്ളൂ. എന്താ? ആനയുടെ നെറ്റിപ്പട്ടം.
അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ആർക്കെങ്കിലും ഒരു സൂചന തരാമോ? ഏ ഏ ഏ അപ്പം ഇതൊക്കെയാണ്. ഇത് ബൈബിള് ഒരു പഠന വിഷയമാക്കണം. നമ്മൾ ബൈബിള് ഒരു പഠന വിഷയമാക്കണം. അതിന് ഒന്നൊരു നല്ലൊരു ഇംഗ്ലീഷ് റെഫറൻസ് ബൈബിളും കൂടി കയ്യിൽ വേണം. ഇംഗ്ലീഷ് റെഫറൻസ് ബൈബിള്. അപ്പം അതിൽ ഇപ്പം അത്യാവശ്യമൊക്കെ നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണല്ലോ നിങ്ങളെല്ലാം. ഇംഗ്ലീഷ് ബൈബിളും ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളൊക്കെ ഇവിടെ കോളേജിലെ അധ്യാപകരൊക്കെ ആണെങ്കിൽ കുറച്ച് ലാംഗ്വേജ്, ഗ്രീക്ക്, ലാറ്റിൻ, ഹീബ്രു ഒക്കെ കുറച്ച് വാക്കുകളെങ്കിലും ഇന്ന് പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് വാക്കുകൾ. കാരണം നമ്മൾ ഈ പറയണമായൊന്നും അല്ല ഈ വാക്കുകളുടെ അർത്ഥം. ആസ് എൻ എക്സാമ്പിൾ, മലയാളത്തിൽ സ്നേഹം എന്ന ഒറ്റ വാക്കുള്ളൂ. ദൈവസ്നേഹത്തിനും മനുഷ്യസ്നേഹത്തിനും മൃഗസ്നേഹത്തിനും ജഡിക സ്നേഹത്തിനും എല്ലാത്തിനും ഈ സ്നേഹം എന്നുള്ളൊരു വാക്കേ ഉള്ളൂ. എന്നാൽ ഗ്രീക്ക്, ലാറ്റിൻ, ഗ്രീക്കിലൊന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഓരോന്നിലും മനുഷ്യസ്നേഹത്തിന് വേറൊരു വാക്ക്, ദൈവസ്നേഹത്തിന് വേറൊരു വാക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം അവിടെ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഗ്രീക്ക് ഒറിജിൻ ഇന്നതാണെന്നും ഇവിടെ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഇത് അപ്പോഴാണ് ഓക്കെ. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, അത് ദേ ഹാവ് ബ്രോഡൻ ദെയർ ഫിലാക്ടറീസ്. ഫിലാക്ടറീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഇതിനേക്കാൾ ഇച്ചിരി കൂടി ഘനമുള്ള ഒരു ചെപ്പാണത്, ചെപ്പ്. ആ ചെപ്പിൻ്റെ അകത്ത് 10 പ്രമാണങ്ങൾ തോറ എഴുതി അതിനകത്ത് നിറച്ചിട്ട് അത് അവർ നെറ്റിപ്പട്ടമായിട്ട് കെട്ടിവെക്കും. അവൻ നിയമജ്ഞനാണെന്നർത്ഥം, മനസ്സിലായോ? അപ്പോൾ ചില നിയമജ്ഞന്മാർ അതിനിത്തിരി നീളം കൂട്ടി ഞാൻ വലിയൊരു നിയമജ്ഞനാണ് എന്നുള്ള രീതിയിൽ അവരവരുടെ ഫിലാക്ടറീസിന് നീളം കൂട്ടുന്നു. കണ്ടോ ഈ ഒരു ധ്വനി? ഇത് വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇനി അവരുടെ തൊങ്ങലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോഹയുടെ അല്ലെങ്കിൽ ഉടുപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വൈദികർ സ്റ്റോൾ ഇടുന്ന മാതിരി അവർക്കൊരു സ്റ്റോൾ പോലെ അറ്റ്ലീസ്റ്റ് 10 നൂലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നീണ്ട ഒരിതുണ്ട്. അത് ഈ 10 പ്രമാണങ്ങളെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് അതൊന്നും ലംഘിക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ അവൻ ഈ തൊങ്ങലുകൾക്ക് നീളം കൂട്ടി അത് താഴെ കടന്ന് ഇങ്ങനെ അടിയും. നിങ്ങൾ ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർ കാണാം. അതിൻ്റെ ഒരു മോഡേൺ വെർഷൻ ഇപ്പോൾ പാൻറ്റും ഷർട്ടും ഒക്കെ ആയപ്പോൾ ഈ പാൻറ്റിൻ്റെ ഈ ബെൽറ്റിൻ്റെ ഇതുമെന്ന് അവർ കെട്ടി തൂക്കിയിട്ട് വന്നു. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അങ്ങനെ. ഇവിടെ മുടി ഇങ്ങനെ പിരിച്ചിങ്ങനെ ഇട്ടേക്കണവരും വേറൊരു തൊപ്പി വെച്ചേക്കണം. ഫിലാക്ടറീസ് വെച്ചുകൊണ്ടൊന്നും ഫ്ലൈറ്റിലൊന്നും ആരും വരില്ല. പക്ഷെ ഹോളി ലാൻഡിൽ പോയാൽ പലയിടത്തും നമ്മൾ കാണും ഇങ്ങനെ നെറ്റിയിൽ ഒരു പെട്ടി ഇങ്ങനെ സ്ട്രാപ്പ് ഇട്ട് കെട്ടി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? മോശ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ തലയിലുണ്ടാവണമെന്ന്. അതുകൊണ്ട് അതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് അവർ ഭയങ്കര അവരെ സംബന്ധിച്ചൊന്നും ഭയങ്കര കാര്യമാണത്. അതില്ലെങ്കിൽ ആകെ പോയി. അതാണ് ദേ ഹാവ് ബ്രോഡൻ ദെയർ ഫിലാക്ടറീസ് ആൻഡ് ലെങ്തൻ ദെയർ ടാസൽസ്. അവരവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടിയും അവരുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടിയും പൊതുസ്ഥലത്ത് നിൽക്കും. നിയമജ്ഞനാണ് ഞാൻ പറയണമാതിരി കേട്ടോളൂ. ഇത് ഞാൻ അവരെ കളിയാക്കാൻ പറഞ്ഞതല്ല. വചനം അതിൻ്റെ ദൈവിക ജ്ഞാനത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളും ഇതുപോലെ തന്നെ ചെയ്യും. ഇനി വ്യാഖ്യാനം ആവശ്യമുള്ളൊരു വചനമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ജ്ഞാനം എത്രത്തോളം ആവശ്യമുണ്ടെന്ന് പറയുന്നതിൻ്റെ വേറൊരു വശം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം ഈശോയുടെ പ്രസിദ്ധമായ വളരെ പ്രമാദമായ ഒരു ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ, ഇല്ലേ?
ഈ വിധക്കാരൻ്റെ ഉപമ തന്നെ നമ്മൾ കേട്ടു, പലതും നമ്മൾ പറയണ്ടെങ്കിലും അതൊന്നും അല്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഓക്കെ, അപ്പോൾ വിധക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി വായിക്കാം. 4-ാം അധ്യായം 10 മുതലുള്ള വചനം വായിക്കാം. എല്ലാവരും ശബ്ദമുയർത്തുന്ന വായിച്ചേ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കണം. അവിടെ നോക്കി വായിക്കണം. അക്ഷരപ്പിശക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വായിച്ചോളൂ. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് അത്. ഒന്നുകൂടി വായിച്ചേ. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. പെട്ടെന്ന് തോന്നണത് എന്തോ പ്രിന്റിങ് മിസ്റ്റേക്ക് ഉള്ള മാതിരി തോന്നുന്നുണ്ടല്ലേ? ഇല്ലേ? എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള മാതിരി തോന്നുന്നുണ്ട്. മിസ്റ്റേക്കൊന്നുമില്ല. ഇത് ഏശയ്യായിൽ മുതൽ പറയുന്ന കാര്യമാണ്. അവൻ ഉപമകളിലൂടെ സംസാരിക്കും. ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു വ്യാഖ്യാനമോ അർത്ഥമോ മനസ്സിലാവുന്നുണ്ടോ? ഭാഗികമായിട്ട് ശരിയാണ്, പൂർണ്ണമായിട്ടില്ല. അവർ മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിന്, അങ്ങനെ അവർ മോചനം പ്രാപിക്കാതിരിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ ആവശ്യം എന്താ? ഈശോ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും മോചനം കൊടുക്കാനല്ലേ? എന്താ പറഞ്ഞ? അപൂർണമായ ഇവിടെ എന്താ പറഞ്ഞേ? വെരി ഗുഡ്. ടീച്ചർ എന്താ പറഞ്ഞേ? അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. അതായത് അതിനെ കുറേ കൂടി സിംപ്ലിഫൈ ആയിട്ട് നോക്കുകയാണെങ്കിൽ യേശു വന്നിരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കാനാണ്. പക്ഷെ എങ്ങനെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുക? ബലി അർപ്പണത്തിലൂടെയാണ്. യേശു കുരിശിൽ എല്ലാവരുടെയും പാപം ഏറ്റെടുക്കത്ത് ബലി അർപ്പിച്ച് കഴിഞ്ഞാലേ പാപമോചനം ഉണ്ടാവും. അതിനു മുമ്പ് ചിലവർക്കൊക്കെ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആൻറ്റിസിപ്പേറ്ററി എക്സ്പീരിയൻസാണ്. പക്ഷെ ജനറലായിട്ട് എല്ലാവരുടെയും പാപം മോചിക്കാൻ യേശുവിന് സാധിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് യേശു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പീഡ സഹിച്ച് അതിനെ തൻ്റെ മരണത്താൽ മരണത്തെ പരാജയപ്പെടുത്തി മരിച്ച് അടക്കി ഉയർത്തതിന് ശേഷമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ അതിനും എന്താ പറയുക, മനസ്സ് തിരിഞ്ഞ്, അതായത് ഇപ്പോൾ അവർ യേശുവാണ് മിശിഹ എന്ന് മനസ്സിലാക്കി അവരിപ്പോൾ യേശുവിലേക്ക് തിരിഞ്ഞാൽ
തിരിഞ്ഞാൽ എല്ലാവരും യേശു അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇപ്പം തിരിഞ്ഞാൽ യേശുവിനെ രക്ഷിക്കാൻ പറ്റുമോ? ഒന്ന്, അവർ മനസ്സ് തിരിഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വന്നാൽ അവരെ യേശുവിനെ രക്ഷിക്കാൻ പറ്റില്ല. അഥവാ അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അവരെ യേശുവിനെ രക്ഷിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ബലിയർപ്പണം കഴിഞ്ഞതിന് ശേഷമാണ്. മാത്രമല്ല, ഉദാഹരണത്തിന് പത്രോസ്, ഒരാൾ യേശു മറ്റുള്ളവരോട് ചോദിച്ചു, എന്താണ് ആൾക്കാരെ എന്നെക്കുറിച്ച് പറയണേ? അപ്പോൾ അവർ പറഞ്ഞു, നീ ഇങ്ങനെ വലിയൊരു പ്രവാചകനാണെന്ന് പറയണു, നീ ജെറമിയാണെന്ന് പറയണു, ഏലിയാണെന്ന് പറയണു, ചിലർ പറഞ്ഞു നീ യോഹന്നാൻ മന്ദാന മടങ്ങി വന്നതാണെന്ന് പറയണു. അപ്പം ആരും മനസ്സിലായിട്ടില്ല ഞാനാണ് മിശിഹായെന്നും. വെരി ഗുഡ്. നിങ്ങൾ എന്താ പറയണേ എന്ന് അപ്പോസ്തലന്മാരോട് ചോദിച്ചപ്പോൾ പത്രോസ് മാത്രം പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസേ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിവ് തരുന്നത്, ഇത് എൻ്റെ പിതാവ് നിനക്കിപ്പോൾ ജ്ഞാനം തന്നതുകൊണ്ടാണ്, വെളിവ് തന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാ? നീ പാറയാകുന്നു, നിന്നിൽ ഞാൻ എൻ്റെ പള്ളി പണിയും. നിൻ്റെ വിളി ആദ്യത്തെ മാർപ്പാപ്പയാകാനുള്ള വിളിയാണ്. അതുകൊണ്ട് നിനക്കൊരു സ്പെഷ്യൽ ഗ്രേസാണ്. യു ആർ ബ്ലെസ്സഡ്. നീ അനുഗ്രഹീതൻ, നീ അനുഗ്രഹീതൻ. നീ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞു. നരക കവാടങ്ങൾ നിനക്കെതിരെ ബലപ്പെടില്ല, നിനക്ക് ഞാൻ താക്കോല് തരുന്നതെല്ലാം കറിഞ്ഞു അവനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? നിങ്ങളിതാരോടും പറയരുത്, ഞാനാണ് മിശിഹാ എന്ന്. വേണമെങ്കിൽ അവിടെ നമുക്ക് ചേർക്കാവുന്ന ഒരു പദം, ഇപ്പോൾ നിങ്ങളിതാരോടും പറയരുത്. ഇപ്പോൾ എന്നിട്ട് പറയാണ്, എനിക്ക് ജെറൂസലേമിൽ പോകണം, ഞാൻ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടണം, പ്രധാന പുരോഹിതന്മാരും പ്രീശന്മാരാലും ഞാൻ പീഡിപ്പിക്കപ്പെടണം, അവരെൻ്റെ മുഖത്തടിക്കും, എൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും, എന്നെ വലിച്ചഴച്ച് എന്നെ അവർ കൊല്ലും. എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് കേട്ടപ്പോൾ പത്രോസിന്, എൻ്റെ കർത്താവേ, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട. സ്നേഹം കൊണ്ടാണ് പാവം. പക്ഷേ അപ്പോൾ ഉടനെ ഈശോ പറഞ്ഞു, ഒരു 5 മിനിറ്റ് മുമ്പ് ഇത്രയും അനുഗ്രഹീതെന്ന് പറഞ്ഞ ഈശോ പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ പുറകെ പോകാനേ പറഞ്ഞുള്ളൂ, എൻ്റെ മുന്നിട്ട് നീ ഓവർടേക്ക് ചെയ്യണ്ട. ഇപ്പം നീ എനിക്ക് ഒരു ഒബ്സ്ട്രക്ഷനാണ്. നിൻ്റെ ചിന്ത മാനുഷികമാണ്, നീ ദൈവികമായി ചിന്തിക്കുന്നില്ല കേട്ടോ. അതൊക്കെ വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ മനുഷ്യർ എങ്ങനെ ചിന്തിക്കണം എന്ന് വിചാരിക്കും. നമ്മൾ മനുഷ്യരാണെങ്കിലും ദൈവമക്കളാണ്, ദൈവികമായി ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളവരാണ്. നിന്റെ ചിന്ത മാനുഷികമാണ്, നീ എനിക്കൊരു തടസ്സമാണ്. ഇപ്പം ഈ ഒരാൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈശോയെ തടസ്സം നീക്കുന്നുവെങ്കിൽ ഈ പൊതുജനം മുഴുവനും ഇതറിയുകയും യേശു യഹൂദരാൽ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നും കൂടി അറിഞ്ഞാൽ ജെറൂസലേമിൽ അവർ കലാപം ഉണ്ടാകും. അവരിത് ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്. യേശു പരസ്യ ജീവിതത്തിൻ്റെ സമയത്ത് വളരെ ബുദ്ധിപൂർവ്വം രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. യേശു പരസ്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആരും അറിയരുത് ഞാൻ ആണ് മിശിഹ എന്ന് ഇപ്പോൾ അറിയരുത്. അതുകൊണ്ടാണ് അവനെല്ലാം ഉപമകളിലൂടെ സംസാരിച്ചത്. അവർ ഇനി ഒന്നുകൂടി വായിച്ചേ. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്.
പക്ഷേ യേശുവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്കെല്ലാം മനസ്സിലാവും, ഇവിടെ അന്ന് നമ്മൾ കണ്ട യേശുവാണത്. അപ്പം അവരുടെ ഉള്ളിൽ വിത്തായിട്ട് കിടന്നിരുന്ന വചനം മുളച്ച് വലുതാവും. അപ്പം അവരോ, എൻ്റെ യേശുവേ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. ക്ലിയറായി, മനസ്സിലായോ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാൻ, ഈ ഈശോ എന്തിനാ വെറും 3 വർഷം മാത്രം സുവിശേഷ വേല നടത്തി, കുറേ നാളങ്ങ് നടത്തായിരുന്നില്ലേ? പക്ഷെ ഈശോ 3 വർഷം തന്നെ വളരെ, ഈശോയെ സംബന്ധിച്ച് സുവിശേഷ വേല നടത്തുന്നതിനേക്കാൾ ഉപരി അതൊരു വിശ്വാസമായിട്ട് നൽകിയിട്ട് യേശു രക്ഷാകര ആത്മദാനം നടത്തിയാൽ മാത്രമേ. ഓക്കെ, അപ്പോൾ അതാണ് ആ മിസ്റ്ററി. അതാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, മറ്റുള്ളവർക്കെല്ലാം അത് ഉപമകളിലൂടെയാണ്. ഈ ഉപമകൾക്കെല്ലാം അർത്ഥം വളരെ വലിയ ജ്ഞാനത്തിലൂടെ മനസ്സിലാവുകയുള്ളൂ. വളരെയധികം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഉപമകളുടെയൊക്കെ അർത്ഥം മനസ്സിലാവുള്ളൂ. നമ്മൾ അതിനൊന്നും വേണ്ട അർത്ഥത്തിലല്ല മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം, ആ ജീവജലത്തിൻ്റെ അരുവി എന്നുള്ളത് മാത്രം പാടിയൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ജ്ഞാനം എന്നിൽ തുറക്കണമേ, ജ്ഞാനം, ദൈവിക ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുക. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനം എന്നിൽ തുറക്കണമേ, ദൈവിക രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, ദൈവിക രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, വെളിപാടിൻ്റെ വരവ് നൽകണമേ. പരിശുദ്ധാത്മാവേ, വെളിവ് നൽകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയ
ഭാഷാവൃത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ജ്ഞാനം നൽകണമേ. എല്ലാവരും ഭാഷാവൃത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, വെളിവ് നൽകണമേ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. വെളിവു നിറഞ്ഞോ ഈശോ നിൻ വെളിവാൽ. എല്ലാവരും ദാഹത്തോടെ കതിരേ